പരിപാടി നോക്കാനുള്ള അവസ്ഥയല്ല. പനിയാണ്. ഉച്ചയായി 12 മണിയായി സമയം. അപ്പോൾ ഞാനൊന്ന് ഇങ്ങനെ വെറുതെ പുറത്തേക്ക് ഇറങ്ങാൻ വിചാരിച്ചു. പോസ്റ്റാണ്, ഇവിടെ ഇരിക്കാനും തോന്നുന്നില്ല. കൈയും കാലൊക്കെ ഇങ്ങനെ കിടന്ന് കറക്കുക ഓരോരുത്തരിയ്ക്കുമ്പോഴേ. എപ്പോഴും ഇങ്ങനെ നടന്നിട്ട് ഇരിക്കാൻ വേണ്ടിയില്ല റൂമിൽ. അപ്പോൾ മെല്ലെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വിചാരിച്ചു. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട് അത് കൂടുതൽ ദൂരം നടക്കാനൊന്നും വയ്യ. വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരാം എന്തായാലും. പിള്ളേരൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ പോട്ടെ. ഓക്കെ ബൈ. എന്താണ് അവരെന്തൊക്കെയാ പറയുന്നത്? അങ്ങോട്ടല്ല മെല്ലെ പോകാൻ നോക്കിയിട്ട് പറഞ്ഞില്ല. ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴാണ് ഘാട്ടുണ്ടെന്ന് പറഞ്ഞത്. ഘാട്ടിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ചെറിയ ഘാട്ടാണ്, മറ്റേ വാരണത്തിൻ്റെ പോലത്തെ കുറേ വലുതൊന്നുമല്ല. രസമുണ്ട്, കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. കണ്ടു നോക്കാം ഒന്ന് എങ്ങനെ ഉണ്ടെന്ന്. എൻ്റെ പരിപാടിക്ക് ഉണ്ടോന്ന് അറിയില്ല. ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഭയങ്കര പീസാണല്ലോ. ഇവിടെ സൺറൈസും സൺസെറ്റ് കാണാൻ കുറേ ആൾക്കാർ വന്നിരിക്കും ഇവിടെ. ഞാൻ വൈകി തീരെ ഇറങ്ങാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇറങ്ങാൻ പറ്റില്ല കാരണം ഇവിടെ ചെരുപ്പിട്ട് ഇറങ്ങാൻ പാടില്ല വേണ്ടിട്ടാ. ആരും ചെരുപ്പിട്ടിട്ടില്ല, സോക്സൊക്കെ ഇട്ടുണ്ട്. ഇവിടെ മുകളിലിരിക്കുക ആദ്യം. മറ്റാൾ വരാറുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം എങ്ങനെയാന്ന്. രാത്രിക്ക് കുറേ പരിപാടികളൊക്കെ നടക്കുന്നതുകൊണ്ട് പൊട്ടണ പരിപാടി സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് Sorry, I just arrived. It's a very nice to have children. ഇവിടെ ഇന്ന് എന്തോ പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കണ കർമ്മ ഹോസ്റ്റലിന്റെ ഫ്രണ്ടിലാണ്. അതിന് മുകളിലാണ് പരിപാടി നടക്കണം. എന്തോ ജിപ്സി എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ ഒരു ജാതി ജിപ്സി എന്നാണ് വിളിക്കുന്നവരെ. അവരുടെ ഡാൻസ് പരിപാടി എന്തൊക്കെയുണ്ട് കാണിച്ചു തരാം. ഏയ് വിക്ടോറിയ ഡാൻസ് ഇവിടെ പരിപാടി നടക്കാണ് ഇപ്പൊ. Wow.
രാജസ്ഥാനിലെ ജിപ്സി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ വരുന്ന ആൾക്കാരുടെ ഡാൻസാണിത്. പാട്ടും ഇവരെ പാടുക. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ അവരവരുടെ പാട്ട് സ്പീക്കറിൽ വെച്ചിട്ടുള്ളത് കോപ്പിറൈറ്റ് വരുന്ന കാരണമാണെങ്കിൽ പിന്നെ സൗണ്ട് ഓഫ് ആക്കിയിട്ടുള്ളത്. സംഭവം ഇവിടെ റൂമിൽ കുറേ ഫോറിനേഴ്സ് വരും. അപ്പോൾ അവർക്ക് കാണിക്കാൻ വേണ്ടി ഇവരെ വിളിച്ചു കൊടുത്തിട്ട് കളിക്കണമെന്നുള്ളത്. നമ്മുടെ കുക്കാണ് വിക്ടോറിയ മൈ കുക്കർ. പേഴ്സണൽ കുക്കർ. പേഴ്സണൽ കുക്കർ. ഹായ്. പേഴ്സണൽ കുക്കർ. നമുക്ക് ഇവിടെ ഫുഡ് ഉണ്ടാക്കിയാണ് കേട്ടോ. എന്താലേ റഷ്യക്കാരിയാണ് ഫുഡൊക്കെ വിളമ്പിരുന്നേ. ഫുഡ് ഉണ്ടാക്കിയായിരുന്നു. ഏയ് ദീപു ज्यादा है मिक्स कर दो. अच्छा है. एक नंबर. ये कौन सा करी है? दाल करी है. हाँ अच्छा है. ये जेबी भाई. പാട്ട് നോക്ക് നമ്മുടെ കല വേണ്ടിയില്ലേ? ആ ഓക്കെ വിക്ടോറിയ താങ്ക്സ്. ഓക്കെ ഹലോ. അപ്പം എങ്ങനെയുണ്ട് പരിപാടികളൊക്കെ സെറ്റല്ലേ? 3 ദിവസമായിട്ട് ഞാൻ പുഷ്കറിൽ ലോക്കായിട്ട് കിടന്നു. പനിയൊക്കെ ആയി, വയ്യാണ്ടായി, ശ്വാസം മുട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ലോക്കായിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇന്നലെ പോയിട്ട് ഒരു ഇഞ്ചക്ഷനൊക്കെ അടിച്ചു മൂട്ടിൽ. നല്ല പെടപെടച്ചു. അപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഒന്ന് സെറ്റായതിൻ്റെ ഏകദേശം കാര്യങ്ങൾ. അങ്ങനെ ഇവിടുന്ന് നേരെ ഇനിയിപ്പോൾ എന്തായാലും വന്നു ലോക്കായി. അപ്പോൾ പിന്നെ ഒന്നും കാണാനും പറ്റില്ല 3 ദിവസമായിട്ട്. അങ്ങനെ വന്നന്ന് മാർക്കറ്റ് കണ്ട് നടന്നു. അങ്ങനെ ഇവിടുന്ന് ഇപ്പോൾ നേരെ പുഷ്കറത്തെ ലേക്ക് കണ്ടില്ലേ, ലേക്ക് എത്തി. ഇതിൻ്റെ ഇത് ഇവിടെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വാരണാസി പോയിട്ടില്ല. വാരണാസിലത്തെ ഒരു ഫീൽ തന്നെയാണ്. ഇപ്പം ആരും ഇല്ല. വൈകുന്നേരം നല്ല തിരക്കാണ്, രാവിലെ നല്ല തിരക്കാണ്. ഇതെന്ന് പറഞ്ഞാൽ മൊത്തം 52 ഘാട്ട് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞതിൽ മൊത്തം 52 ഘാട്ട് എന്ന് പറയുമ്പോൾ ഇതിൽ ഈ ഇതിനെ എന്താ പറയുക, ഓ പറയാള് പറഞ്ഞല്ലോ. ഈ ലൈക്കിൻ്റെ ചുറ്റോറായിട്ടാണ് ഈ 52 ഘാട്ട് വരണേ. എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് കൂടെ അതിൻ്റെ മുകളിൽ കൂടെ വരണമെന്ന് പറഞ്ഞാൽ ഘാട്ടാണ്. അപ്പോൾ ഇതിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് വരുന്നതാണ് മാർക്കറ്റ് വരുന്നത്. ഇങ്ങനെ ഫുള്ള് അതിൽ കൂടെ ഇങ്ങനെ മാർക്കറ്റ് വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങാനുള്ള ഓരോരോ എൻട്രൻസുകളുണ്ട്. ആ എൻട്രൻസിലൊക്കെ അതിൻ്റെ പേരുള്ള എഴുതിയിട്ടുണ്ടാവും ഘാട്ടിൻ്റെ. ഇവിടെയൊക്കെ എഴുതിയിട്ടുണ്ടാവും, കാണിച്ചു തരാം കേട്ടാ. ഇതാണ് ഇവിടെ. ഇതിപ്പോൾ ഈ സമയമായിരുന്നു ഒരു 5 മണി 5:30 കഴിഞ്ഞ് നല്ല തിരക്കുണ്ടാവും.
വർത്താനം പറയുമ്പോഴേക്കേ ശ്വാസം കിട്ടുന്നില്ല. ഇപ്പം കറക്റ്റ് ആയിട്ടില്ലേ ബ്രീത്തിങ്ങിൻ്റെ. നാളെ എങ്ങനെയെങ്കിലും കാലത്ത് ഇറങ്ങാൻ നോക്കണം. അങ്ങനെയാണ് പരിപാടി. ഇനിയിപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഓരോ ഭാഗത്ത് ഫസ്റ്റ് ദിവസം വന്നപ്പോൾ ഇവിടെ രാത്രി എന്തൊരു പരിപാടി നടന്നു. ഏതൊരു ഭാഗത്ത് ഏത് ഭാഗത്താന്ന് ഓർമ്മയില്ല കേട്ടാ. പിന്നെ ഇതിപ്പോൾ അപ്പുറത്തെ ഭാഗത്ത് നിന്ന് ഇവിടുന്ന് പാട്ട് കേൾക്കേണ്ട ഒരു സ്ഥലത്ത് നിന്ന്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ പുഷ്കറിലാണ് ബ്രഹ്മാവിൻ്റെ അമ്പലം ഉള്ളത്. അത് പുഷ്കറിലാണ് ബ്രഹ്മ ടെമ്പിൾ എന്നുള്ളത്. ആളുടെ ഭാര്യയുടെ ടെമ്പിൾ ഒന്ന് ഇതും പിന്നെ നേരത്തെ ഇപ്പോൾ അതിൻ്റെ മുകളിൽ കണ്ടൊരു ടെമ്പിളിൽ ഈ രണ്ടെണ്ണമാണ്. ഈ രണ്ടെണ്ണം മുകളിലേക്ക് പോകണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇറങ്ങി നടന്നത്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് നടന്നു കയറില്ല എളുപ്പമുള്ള കേസല്ല എനിക്ക് മനസ്സിലായി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം ബ്രീത്തിങ്ങിൻ്റെ പ്രോബ്ലം ആയിരുന്നു. അല്ലെങ്കിൽ എങ്ങനെയും പോയിരുന്നു പോയി. ഞാൻ എന്തായാലും വന്നു കഴിഞ്ഞാൽ 2 ദിവസം നിൽക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. എന്താ ഇവിടെ റൂമിനൊക്കെ ഭയങ്കര റേറ്റ് കുറവാട്ടാ. 100 രൂപ 150 രൂപയ്ക്ക് കിട്ടാണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ വരണം തന്നെ ഒരു മലയാളി ചെക്കനെ കിട്ടി തൃശ്ശൂരിൽ തന്നെ. അപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് സ്റ്റേ ഒക്കെ സെറ്റാക്കി തന്നു. അവൻ്റെ ആരുടെ ഉണ്ടാകാൻ തോന്നുന്നുണ്ട്. അവനെ അവിടെ നിന്ന് നിൽക്കണം കുറച്ച് സൈറ്റ്. അങ്ങനെ അപ്പോൾ അവിടെ സെറ്റായി. അങ്ങനെ കണ്ട ഘാട്ടുകൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എഴുതി വെച്ച് തുടങ്ങിയിട്ട് ഇവിടെ പേരുകൾ. ഓ ശ്വാസത്തിന് പ്രോബ്ലം ശരിക്കും അറിയുന്നുണ്ട്. ഇവിടെ ഒന്ന് നമുക്ക് എത്ര എണ്ണം കാണാൻ പറ്റും നോക്കാം കേട്ടോ. ഇതെന്നിട്ടാ ഗാലിയാർ ഘാട്ടാ. ഗാലിയാർ ഇന്ദിരാഘാട്ട് മൊത്തം നമുക്ക് നോക്കി നോക്കാം എത്ര എണ്ണം പിടിക്കാൻ പറ്റും നോക്കാം നമുക്ക്. ഇന്ദിരാഘാട്ട് 2 ഇതെന്തുട്ടാ ചാന്ദ്ര എന്നല്ലേ. ആ ചാന്ദ്രഘാട്ട്. ഓ ഇത് കുറേ നടന്ന് വിളിക്കാൻ വെച്ചിട്ട് പഴകുന്നുണ്ട് കേട്ടോ. എന്നാലും പറ്റുന്നൊക്കെ നോക്കാം നമുക്ക്. മഹാദേവ് ഘാട്ട് ഇത്ര വ്യത്യാസമുള്ള കേട്ടോ. എനിക്ക് ഓരോ സ്റ്റെപ്പ് അപ്പുറത്ത് ഇതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് എൻട്രൻസ് ഉണ്ട് കേട്ടോ വേറെ. ഇത് മഹാദേവ് ഘാട്ട് എന്ന് പറഞ്ഞിട്ട്. ഓ ഇത് കൂടെ ചെരുപ്പിട്ട് നടക്കാൻ പാടില്ല എന്നാ പറയേ. ഞാൻ അപ്പോൾ ചെരുപ്പിട്ടുണ്ട് മറക്കും ചെയ്തു. അത് ഇവിടെ കുളിക്കാൻ പറ്റൂ കേട്ടാ. ഞാൻ രാവിലെയൊക്കെ വന്നപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ കുളിക്കുന്നുണ്ട്. ഇതെന്തിട്ടാ ബൻസായി ഘട്ടാ. അയ്യോ ബൻസായി ഘട്ട്. ഇനി എന്തിട്ടാ ഇവിടെ വേറെ ഒന്നും ഉണ്ട് കേട്ടോ. നോ ഫോട്ടോഗ്രാഫിയാ. ഇതില് എവിടെയാണോ ഇനി ഇവിടെ തന്നെ കുറെ സമയമായിരിക്കുന്നുണ്ടാവും. അയ്യോ ശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. നാളെ ഇറങ്ങി കഴിഞ്ഞാൽ എന്താവുന്ന് കണ്ടറിയേണ്ടി വരും കേട്ടോ. ഈ നിലയ്ക്കാ ഇപ്പോൾ ഒരു കാഭാഗം പോലെ ആയിട്ടില്ലിട്ടുണ്ട്. കുറച്ചധികം കിടന്ന് ഇറങ്ങാണ്ട്. ഇതെന്നിട്ടാ വരാഹഘട്ട്. ഇന്ന് ലോഗാർ കെട്ടുന്നുണ്ട്. വേറെ എഴുതിയിട്ടുണ്ടല്ലോ. എന്താ ആളെ പറ്റിക്കുക 2-3 ഒരെണ്ണം തന്നെ 2 പേരിനൊന്നും എനിക്കറിയില്ല കേട്ടാ. ഞാൻ കാണുന്നതൊക്കെ ഞാൻ കാണിച്ചായിരുന്നു നിങ്ങൾക്ക്. ബാക്കിയൊക്കെ ചിലപ്പോൾ ഞാൻ എണ്ണം കുറവുണ്ടെന്ന് കഴിഞ്ഞാൽ ഇടയിൽ ചിലപ്പോൾ കാണാൻ മറന്നിട്ടൊക്കെ ഉണ്ടാവും. വരാഹഘട്ട് അങ്ങനെയാണല്ലോ. ഹോമോ ഫോറിനേഴ്സ് സംരംഭരൊക്കെ കുളിക്കിറങ്ങിൻ്റെ അവിടെ. ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറേ അമ്പലങ്ങളാട്ടോ കണ്ടില്ലേ. ഉണ്ടോ ഇതിൻ്റെ ഉള്ളിൽ അമ്പലം. ഇവിടെ പറഞ്ഞാൽ ഈ ബലിയുടെ പരിപാടിയൊക്കെ ഇല്ലേ വാരണാസിലത്തെ പോലെ തന്നെ. അന്നേരം നമ്മൾ നോക്കിക്കൊണ്ട് ചെയ്യണം. അല്ലെങ്കിൽ പറ്റിക്കുന്ന പറഞ്ഞേ നമുക്ക് കൂടുതലായിട്ട് അറിയുന്നില്ല. ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. ഓ കതച്ചു ഒരു പ്രാവ് തീർക്കണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ. നമ്മൾ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ നിന്നില്ല നർസിംഗ് ഘട്ടാ. എന്നിട്ടത് नरसिंह गट। जितना सोचोगे उतना लेट होएंगे।
നല്ല വ്യൂ ഒക്കെ ആയിട്ട് അതിൻ്റെ അവിടെ രാവിലെ എനിക്ക് ജാതിരസാ. ഞാൻ രാവിലെ ഒരു ദിവസം വന്നു, പക്ഷേ അന്ന് ഫോട്ടോ എടുക്കാനുള്ള ഒരു മൈൻഡൊന്നും നടന്നില്ല, വയ്യ. അപ്പോൾ വെറുതെ ഒന്ന് വന്നതാ. എന്നാൽ പിന്നെ മരുന്ന് വാങ്ങാനാ, ഇതിനു വേണ്ടി വന്നതാ. പറഞ്ഞതാണ് ഇവിടെ നിന്ന് വിശ്രമം കിട്ടാ, വിശ്രമഘട്ട്. ഇങ്ങനെ കുറേ എന്താണ് ഇങ്ങനെ ഓരോ എൻട്രൻസുകൾ വരണമെന്ന് പറഞ്ഞില്ലേ. അല്ല, ചില എൻട്രൻസിന് നല്ല ഭംഗിയുള്ളതാവും, ചില ഇത് വലിയ കാര്യമൊന്നുമില്ല, കാണില്ല ഉള്ളിക്ക് ഒരു ഇതില്ലാത്താവും. ഇതിൽ ഈ ചവിട്ടുപടിയിൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ചെരുപ്പ് ഇടാൻ പാടില്ല എന്ന് പറയുക. അത് അങ്ങനെ പറയാന്ന് എനിക്കറിയില്ല, പക്ഷേ എന്നോട് 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കാത്തതാ, ഞാൻ മുകളിൽ കൂടെ കയറി ഇറങ്ങണതാ. കിതയ്ക്കണു എളുപ്പമല്ല. ഇനി ഇവിടെ എന്തിട്ടാ നാഗാർ പാലിക്ക ഘട്ട. അയ്യോ അയ്യ, ഇങ്ങനെ കുറേ സ്വാമിമാരുണ്ടാവും കേട്ടോ ഇവിടെ. പാവങ്ങളാ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ അവിടുത്തെ പോലെ ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല തായെന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കില്ല. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പോലെയാണ്. എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും വന്നിട്ട് നേരെ കൊണ്ടു കൊടുക്കും, ഇവർക്ക് കാശ് വെച്ചാൽ കാശ് കൊടുക്കും. ചോദിച്ചിങ്ങനെ ഒയ്യോ ഇപ്പോൾ ഇങ്ങനെ ഇടുന്നു, ചോദിച്ചിങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കില്ല. ഇതൊന്നിട്ടാ ഓ ഇത് എന്താ വായിക്കുക എന്നുള്ളത് അറിയില്ല, ചിലപ്പോൾ തെറ്റാവും. വെറുതെ അതിനാ ഇവിടെ വലിയിടണുണ്ടോ. അങ്ങനെ നോക്കി നോക്കാം എന്തായാലും. ഇവിടെ എന്താ അമ്പലം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇവിടെ ഇപ്പുറത്ത് ഇവിടെ ഇറങ്ങി നടക്കാൻ പാടുകയാണോ. ഇവിടെ നിന്നൊരു രാമാഘട്ട് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ എന്തോരെണ്ണം പോയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്നിട്ട് വരുമ്പോൾ അവിടുത്തെ ഒരു ആൾ വന്നിട്ട് പറഞ്ഞു അതിനെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് മോളിൽ കൂടെ കയറി വന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തോരെണ്ണം പോയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ എന്തോ തപ്പിയെടുക്കുന്നുണ്ട് കേട്ടോ. നോക്കി കാശാവുന്നുണ്ട് കേട്ടോ, ചില്ലറകളാവുന്നുണ്ട്. നമുക്കറിയില്ല, തോന്നുന്നുണ്ട്. ആ ചില്ലറകളിന്. ഓ സോറി ചെപ്പലിടാൻ പാടില്ല അവിടെ. ഇവിടെ ചെപ്പലിടാൻ പാടാത്ത ഭയങ്കര പ്രശ്നമാണ്. ഓരോ ഭാഗത്ത് എവിടേക്കൊക്കെയാന്നുള്ളത് അറിയാത്ത കാരണേ, അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. നോക്കാം ഇനി ഇവിടെ വന്നിട്ട് ഇനി വേറെ നോക്കട്ടെ കേട്ടാ. ഗ്ലോബൽ യോഗ ശ്വാസമൊക്കെ പോയി തുടങ്ങി. ഇവിടെ വന്നിട്ട് നാഗർ ഘട്ട് പറഞ്ഞിട്ടുണ്ട്. നാഗർഘട്ടല്ലേ ഇതിൻ്റെ മുകളിൽ എന്തോ ഒരു പെടപ്പം വ്യൂ ഒക്കെ ആയിട്ടുള്ളതാണ് കണ്ടിട്ട്. ഇതിൽ കണ്ട അവിടെ നാഗർഘട്ട് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കണ്ടു. ഇപ്പോൾ നമ്മളല്ല അതിന് ഫോട്ടോ എടുത്തേക്കാം, ഇപ്പോൾ നിലക്ക് ആവശ്യം വരില്ലേ. അങ്ങനെ നാഗർഘട്ട് എന്താ ഇവിടെ എന്തുണ്ടല്ലോ. ഇവിടെ ചില സ്ഥലത്തൊന്നും എഴുതിച്ചിട്ടില്ല കേട്ടോ. ഇവിടെ നിന്ന് ചീർന്നല്ല എഴുതിയുള്ള, ചീർന്നുണ്ട്. ഇതിൻ്റെ ബാക്കിൽ എന്ത് എഴുതിയുണ്ട് കാണാം, ചീർഘട്ടാ, ചീർഘട്ട് എന്ന് തന്നെയാണ് കേട്ടോ. ചിലതിനൊക്കെ ഉച്ചാരത്തിനൊക്കെ പറയണതിനൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും. കാര്യമൊന്നുമില്ല കണ്ടോ. ഇങ്ങനത്തെ അതിൻ്റെ എൻട്രൻസ് ഒന്നും അവിടെ നിന്ന് അത്ര വലിയ കാര്യം ഉണ്ടാവില്ല. ഓ പക്ഷേ ബ്രീത്തിങ്ങിൻ്റെ ഭയങ്കര കാര്യം കേട്ടാ, സഹിക്കുന്നില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ യാതൊരു രസവും. ഇങ്ങനെ ഉണ്ട്, പൊളിച്ചില്ലേ, പറയാനൊന്നും വയ്യ, കാണുന്നുണ്ടല്ലേ. പിന്നെ ഇവിടെ കുറേ ഇതിൽ കണ്ടമാനം മീനെ ആരവിടെ നിന്ന് ഒറ്റയ്ക്ക് വിളിക്കണേ, കർണാടക വെച്ച് വിളിക്കുന്നുണ്ടല്ലോ. അങ്ങനെ അയ്യോ അയ്യ ജനന ഉണ്ട് ഇവിടെ. മറ്റേ ഇവിടെ ഉണ്ട് ജനനഘട്ട, ജായല്ല ഏരിയ, ജനനാന്നല്ല ഏരിയ. ജനനാഘട്ട് എന്നൊക്കെയാണ്. ഒരു പശുമുട്ടേനുള്ളിൽ പോയിട്ടുണ്ട്. ഇനി വഴി തെറ്റിയിട്ട് പോവാണാവോ. അയ്യോ
ഇത് കണ്ട അതിൻ്റെ ഉള്ളിൽ നിന്ന് രണ്ടെണ്ണം വരുന്നുണ്ട്. ഇതൊക്കെ എന്താണെന്നുള്ളത് അറിയില്ല. ഇത് ഇത്ര നേരമായിട്ട് നമ്മൾ പകുതി എത്തിയിട്ടുള്ളതുകൊണ്ടിട്ട് ഇവിടെ കുറേ അമ്പലങ്ങൾ കണ്ടില്ലേ. എന്താ ഇവിടെ ഒരു അമ്പലം പെയിൻ്റ് അടിക്കുക, ആകെ പൊടിയാ. അല്ലെങ്കിൽ പൊടി ജസ്റ്റ് മനുഷ്യ ഇല്ലാണ്ടായിണ്ട്. ഡൊണേഷൻ ബോക്സ് ഗൂഗിൾ പേ വെച്ചിട്ടില്ല, ഫേസ്ബുക്ക് യൂട്യൂബിൻ്റെ നമ്മളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതാദ്യമായിട്ടാണ് ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ ഐഡിയ വെച്ച് കൊടുക്കുക. ഓ ബ്രീത്തിങ് ഒക്കെ ഭയങ്കര സീനാവുണ്ട് കേട്ടോ. നമ്മൾ ചിലപ്പോൾ അറ്റത്തേക്ക് നടക്കാൻ പോകുള്ളൂട്ടാ. എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കപ്പാസിറ്റി കഴിഞ്ഞു തുടങ്ങി. ഏകദേശം ₹1 ഒക്കെ മനസ്സിലായില്ലേ. അയ്യോ അവിടെ നിന്നിട്ടാ ഭാരത്പൂർ ഘട്ട അവരുടെ പേരോളി. ഇവിടെ വേറെന്തൊരു സാധനം ഉണ്ടല്ലോ, രോഗ്നാഘട്ട. പറയണതിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, കാര്യമൊക്കെ ഉണ്ടാവും. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സൂം ചെയ്തിട്ടൊക്കെ എടുത്ത് വായിച്ചാൽ വേണ്ടിയിട്ടാ. നമ്മൾ ഇതിൽ കുറേ അറിയണങ്ങളുണ്ട് കേട്ടോ. കുറച്ചല്ല, കുറച്ച് അധികം ഉണ്ട്. അങ്ങനെ നടന്ന അമ്പലത്തിൽ പരിപാടി ഉണ്ട്. നമുക്ക് അതിലേക്ക് ഇവിടുന്ന് ചാടി കടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മോന്ത കുത്തി വീഴും. അപ്പോൾ നമ്മൾ ചാടി കടക്കരുത്. അപ്പോൾ നമ്മൾ ഇതല്ല നേരത്തെ ഭാരത്പൂർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അയ്യോ ഓർമ്മ ഇങ്ങോട്ടൊരു കേരള വഴി ഉണ്ടായിരുന്നില്ല, കാണാനില്ലോ. ഇതൊക്കെ അമ്പലം കൊണ്ടിട്ടേക്ക് അറിയില്ല. ഞാൻ അവിടെ കയറുമ്പോൾ ഒരു കടന്നു പോടാന്ന് പറയുമ്പോൾ പറയുക. ഇത്ര ദൂരം തിരിച്ച് നടക്കണ്ടേ, എനിക്ക് ആലോചിക്കാൻ വയ്യാത്ത. അമ്പലമെല്ലാം കൊണ്ട് ഇത് വീടാണുണ്ട്. മണി എക്സ്ചേഞ്ച്, മോട്ടോർ ബൈക്ക് റെൻ്റ് ഒക്കെ ഉണ്ട്. അംബാസഡർ കൊടുക്കണമെങ്കിൽ അത് മാർക്കറ്റ്. അങ്ങനെ കുറച്ച് ദൂരം മുകളിൽ കൂടെ കയറി നടന്നു. അതാണ് ഞാൻ അതിനോട് കിടക്കാൻ വേണ്ടി ഒരു അമ്പലത്തിൻ്റെ അതിന് കയറിയില്ലേ. ഇനി ഇവിടെ അടുത്ത കെട്ടുകളുടെ 5 കളിയുണ്ട് ഇവിടെ. ഒരു രക്ഷമില്ല. നമുക്കൊരു പകുതി വരെ നടക്കാം, പകുതി നമുക്ക് നിർത്താം. പിന്നെ നിങ്ങൾക്കൊരു സർപ്രൈസ് പോലെ നിങ്ങൾ കണ്ടുപിടിക്കും ബാക്കിയുള്ളത് എന്തൊക്കെയാണെന്നുള്ളത്. അതെങ്ങനെയുണ്ട് കളി? സൂപ്പറല്ലേ? ഈ ഭാഗത്താണ് കൂടുതൽ ബലിയിട്ടുള്ളത്. അവിടുന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ കാണുക. ഇവിടെ ചെരുപ്പ് ഒരു കൈ പിടിക്കണമുണ്ട്. ചെരുപ്പ് ഇടാൻ പാടില്ല. അടിയിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ചെരുപ്പ് ഒരു കൈ പിടിക്കണം. ഷൂ ഒന്നും ഇടാത്തത് ഭാഗ്യമുണ്ട്. അയ്യോ ചമച്ച് പടറങ്ങില്ലേ. അങ്ങനെ ഇവിടെ എന്താണോ ഇത് മെയിനാന്ന് തോന്നിട്ട് ഇവിടുത്തെ. ये मंदिर है इधर? नहीं ये सरोवर है। सरोवर है। हाँ ओके। इधर ब्रह्मा मंदिर किधर है? बाहर है। कितना दूर है? 5 मिनट. 5 मिनट കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രഹ്മ ടെമ്പിൾ ഉണ്ട് അവിടെ. നമ്മളിനി ഇവിടുന്ന് ബാക്കിലേക്ക് ബ്രഹ്മ ടെമ്പിളിൻ്റെ അവിടേക്ക് പോവാം. ഉള്ളിൽ കയറണമെന്നില്ല, ബാഗ് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടാവില്ല എന്തായാലും. ഇവിടെ അങ്ങനെയാണ്. മുമ്പ് തൽക്കാലം ഇവിടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ വന്നിട്ട് കാണാം. എന്നിട്ട് പോവാനുള്ള പരിപാടി നോക്കാം. കുറേ ഫോറിനേഴ്സിനെ കുറഞ്ഞിട്ട് വന്നിട്ടുണ്ട്, ഗൈഡാവുന്നുണ്ട് ആൾക്കാർ. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങിയെന്ന് അറിയൂ. നേരെ കാണാൻ സ്ഥലമില്ലേ,
ആ ഒരു ഇത് കാണുന്ന ഗോപുരം പോലത്തെ അതിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് അങ്ങനെ ഇറങ്ങിയിട്ട് ഇവിടം വരെ എത്തി. ഇനിക്ക് വയ്യ സത്യം പറയാലോ. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലുള്ള ബ്രഹ്മ ടെമ്പിൾ എന്ന് പറഞ്ഞത് വരുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ആകെ ഉള്ളത് ഒരൊറ്റ ബ്രഹ്മ ടെമ്പിളാണ്. അതാണ് ഇതിൻ്റെ ബാക്കിൽ. അതിൻ്റെ ഉള്ളിലേക്ക് കയറുണ്ടാവില്ല, ജസ്റ്റ് ഒന്ന് പോയി നോക്കി നോക്കാം. എന്നാലും ഇനി അല്ലെങ്കിൽ ഇവിടുന്ന് ഇനി അങ്ങോട്ട് ഇറങ്ങി പോകണം. അത് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ അധികം കെട്ടുകളില്ല എന്നാണ് പറഞ്ഞത്, കുറച്ച് കെട്ടുകളുള്ളതെന്ന് പറഞ്ഞേ. വേണമെങ്കിൽ പോയി നോക്കണമെങ്കിൽ നോക്കാം, പക്ഷേ വലിയ കാര്യമൊന്നുമില്ല. കാരണം ഞാൻ പിടുത്തം വിടാന്ന് വിചാരിച്ചു. അങ്ങനെ കണ്ട തൊട്ടടുത്ത് കണ്ടില്ല, 1 2 3 4 5 കെട്ടായി കണ്ട ഒറ്റയടിക്ക്. പിന്നെ 6 7 പിന്നെ അവിടെ 2 അത് തന്നെ കഴിഞ്ഞു. ടപ്പേന്ന് കണ്ട കഴിഞ്ഞു കണ്ടില്ലേ. വയ്യാണ്ടായിട്ട് മക്കളെ ഒരു രക്ഷയില്ല. ഇതെന്നിട്ടാ ഓ അങ്ങനെ ഇതാണ് പുഷ്കർ ലേക്കിൻ്റെ ചുറ്റോറുള്ള ഘാട്ടുകൾ. ഓ അത് പറയാൻ പോലും വയ്യാന്ന് നിലക്ക് ഞാൻ വയ്യാത്ത അറിഞ്ഞാട്ടാ, അല്ലാണ്ടൊന്നല്ല. അപ്പം ശരി, നമുക്ക് അടുത്തത് എന്തായാലും നോക്കി നോക്കാം ഇനി പോകാനുള്ളത്. ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ നമ്മളായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അംഗീകരിക്കാൻ കുറേ ആൾക്കാരുണ്ടാവും. എന്ന് പറഞ്ഞാൽ നമ്മൾ എൻ്റെ ഈ കോളത്തിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ വന്നിട്ട് ആൾക്കാർ ചോദിക്കും ജോയിൻ്റ് വേണോ, അത് വേണോ, ഇത് വേണോ എന്ന് പറഞ്ഞു. ഇവിടെ ശ്വാസം വലിക്കാൻ പറ്റുന്നില്ല. അപ്പോളാ അല്ലേ ഈ വയനാട്ടില്ലേ इंस्ट्रूमेंट मेरे पास पैसा नहीं है. हाँ നല്ല കഞ്ചാവ് വലിച്ചിട്ട് അടിച്ച് കട്ടായിട്ട് 200 കട്ടയ്ക്ക് തരാവ്. നോ അങ്ങനെ ഈ കാണാണ് ബ്രഹ്മ ടെമ്പിൾ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വന്നില്ലേ, നമ്മൾ ഈ മാർക്കറ്റിൻ്റെ അവിടേക്ക് വന്നില്ലേ, മാർക്കറ്റിൻ്റെ അവസാനം എത്തണമാണ് ബ്രഹ്മ ടെമ്പിൾ. ഇവിടേക്ക് ക്യാമറ ഒന്നും കൈപിടിച്ച് കയറാൻ പറ്റില്ല. എന്താ അവസ്ഥ നോക്കാം, സാധനങ്ങളൊക്കെ ഇവിടെ വയ്ക്കണം. അതിന് ദൂരമൊന്നുമില്ല മോളിക്ക് കേട്ടാ. കണ്ടാ ഇത്രണ്ണുള്ള മോളിക്ക് ഇത് കാണാണ് ബ്രഹ്മ മന്ദിർ. ഓക്കെ ആ ഓക്കെ ബ്രഹ്മ മന്ദിർ ചെറിയ വരിക്കുള്ളൂ കേട്ടോ. ഇതിനുള്ളിലേക്ക് ബ്രഹ്മ ടെമ്പിൾ നോ പിള്ളേരൊക്കെ ഭയങ്കര സീനാ ഉണ്ട്. ഇതാണ് ബ്രഹ്മ ടെമ്പിൾ. ടെമ്പിള് കണ്ടിട്ട് ഇറങ്ങി. കുറേ ഒന്നുമില്ല കേട്ടോ, ചെറിയൊരു അമ്പലമാണ്. അതിൻ്റെ 2 സൈഡിൽ ഉള്ള ഭാര്യമാരുടെ 2 അമ്പലങ്ങളുണ്ട്. അതാണ് ഹൈറ്റിലുള്ളത്, ഭയങ്കര ഹൈറ്റിലുള്ളത് 2 സൈഡിലായിട്ട്. അവിടേക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് വയ്യാത്ത പറഞ്ഞാൽ ഞാൻ പോകണില്ല, അല്ലെങ്കിൽ ഒരു കൈ നോക്കി കടന്നു. അങ്ങനെ ശരിയപ്പോൾ ഇനിയിപ്പോൾ ഞാനിവിടുന്ന് പോകാൻ നോക്കട്ടെ കേട്ടോ. കാട്ട് കാണാൻ വന്ന ആദ്യത്തെ സ്ഥലത്തേക്ക് എത്തി. ഇവിടെ നിന്ന് കണ്ടമാനം ആൾക്കാർ വരും സൂര്യാസ്തമയം കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനും പോകുന്നിരുന്നു. രാത്രി രസമായിട്ട് ഇവിടെ കണ്ടമാനം ആൾക്കാരെ രാത്രി കണ്ടിട്ട് സൂപ്പറായിട്ടിരിക്കുകയായിരുന്നു. ഇവിടെ കൊട്ട പരിപാടിയൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ട് പോകാൻ ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ചറിയാൻ.
ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ പോവാൻ നോക്കാം. വയ്യ, തണവാവണേക്കാൾ മുന്നേ റൂമിലെത്തി കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കാൻ പോയിട്ട്. അപ്പം ശരി.